Hello dear students, Jasim sir ആണ്. നമ്മുടെ +2 കമ്പ്യൂട്ടർ സയൻസ് ചാപ്റ്റർ നമ്പർ 1 സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ്. സ്ട്രക്ചർ എന്നുള്ള പാർട്ട് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഒരൊറ്റ സ്ട്രക്ചറിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് സ്ട്രക്ചറിൻ്റെ ഡെഫിനിഷനാണ്. സ്ട്രക്ചർ ഫസ്റ്റ് ടോപ്പിക് സ്ട്രക്ചർ ഡെഫിനിഷനാണ്. എന്താ സ്ട്രക്ചർ? സ്ട്രക്ചർ ഈസ് എ കളക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് ആണ്. ഒരുപാട് വ്യത്യസ്തമായ സാധനങ്ങൾ കമ്പൈൻ ചെയ്ത് തന്നെ പറയുന്ന പേരാണ് സ്ട്രക്ചർ. അപ്പം വ്യത്യസ്ത സാധനങ്ങളാണ്. അപ്പോൾ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഹെറ്ററോജീനിയസ് എന്ന് പറയും. ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ പറയുന്ന പേരാണ് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്. സെക്കൻഡ് ടോപ്പിക് ഈസ് സ്ട്രക്ചർ ഡിക്ലറേഷൻ ആണ്. എങ്ങനെയാണ് സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്യാം? അതിൻ്റെ സിൻടാക്സ് പഠിക്കണം. എങ്ങനെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാം? സ്ട്രക്ചർ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യും. ടാഗിനെയും സ്ട്രക്ചറിന് എന്തെങ്കിലും പേര് എഴുതാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, എഴുതേണ്ടതെല്ലാം അവിടെ പ്ലേസ് ചെയ്യാം. എന്തൊക്കെ എഴുതാം? ഡാറ്റ ടൈപ്പ് എഴുതാം, വേരിയബിൾ, ഡാറ്റ ടൈപ്പ് എഴുതാം, വേരിയബിൾ എഴുതാം, എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ ഇടാം. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരു സ്ട്രക്ചർ എന്ന് എഴുതാം, സ്ട്രക്ചർ എന്തെങ്കിലും ഒരു പേരിടാം, ABC. വ്യത്യസ്ത സാധനങ്ങളാണ്. ഇൻറ്റ് A, ഇൻറ്റ് B, എന്തും എഴുതാം, ക്യാരക്ടർ C. ഇത്രേ ഉള്ളൂ, സെമിക്കോളൻ ഇടാം. ഇതാണ് സ്ട്രക്ചർ ഡിക്ലറേഷൻ. മൂവ് ടു തേർഡ് ടോപ്പിക്, വേരിയബിൾ ഡിക്ലറേഷൻ ആൻഡ് മെമ്മറി അലോക്കേഷൻ. സ്ട്രക്ചറിൻ്റെ വേരിയബിൾ എങ്ങനെ ഉണ്ടാക്കാം? ഞാൻ ക്രിയേറ്റ് ചെയ്ത ഈ സ്ട്രക്ചറിൻ്റെ വേരിയബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? വി ഹാവ് 3 മെത്തേഡ്സ്. ഫസ്റ്റ് മെത്തേഡ് ഈസ് സ്ട്രക്ചർ എഴുതാം, ടാഗ് നെയിം എഴുതാം, വേരിയബിൾ എഴുതാം. നേരത്തെ എക്സാമ്പിളിൽ ABC എന്നുള്ളതാണ് ടാഗ് നെയിം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സ്ട്രക്ചർ എന്ന് എഴുതാം, ABC എന്നാണ് ടാഗ് നെയിം, അവിടെ ഒരു വേരിയബിളിൻ്റെ പേര് കൊടുക്കാം, A1. ഇഷ്ടമായില്ല, അങ്ങനെയാണെങ്കിൽ സ്ട്രക്ചർ എന്നുള്ള വാക്ക് ഒഴിവാക്കാം. അതാണ് മെത്തേഡ് 2. ടാഗ് നെയിം എഴുതാം, വേരിയബിൾ എഴുതാം. ആ രീതിയിൽ എഴുതുമ്പോൾ ABC A2. കണ്ട? മൂന്നാമത്തെ രീതി, സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ ബ്രാക്കറ്റിൻ്റെ തൊട്ടടുത്ത് നമുക്ക് വേരിയബിൾ പ്ലേസ് ചെയ്യാം. അപ്പോൾ എങ്ങനെ എഴുതാം? സ്ട്രക്ചർ ABC, ഇൻറ്റ് A, ഇൻറ്റ് B, ക്യാർ C. ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ സെമിക്കോളത്തിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് ചെയ്യാം? വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. യെസ്. മൂവ് ടു ഫോർത്ത് ടോപ്പിക്. എങ്ങനെയാണ് സ്ട്രക്ചർ ഉണ്ടാക്കിയാൽ പോരാ, അതിലേക്ക് എങ്ങനെ വാല്യൂസ് കൊടുക്കാം? ആക്സസിങ് സ്ട്രക്ചർ എലമെൻറ്റ്സ്. സ്ട്രക്ചറിൻ്റെ ഉള്ളിലേക്ക് വാല്യൂസ് കൊടുക്കണമെങ്കിൽ യൂസിങ് ഡോട്ട് ഓപ്പറേറ്റർ. എന്താ? യൂസിങ് ഡോട്ട് ഓപ്പറേറ്റർ. ഡോട്ട് ഓപ്പറേറ്ററിൻ്റെ മീനിങ് ആണ് ഡേ. ആ ഡേ S1-ൻ്റെ, ABC-ൻ്റെ അല്ലെ A1-ൻ്റെ, ആ ഡേ എന്നുള്ളതിൻ്റെ മീനിങ് ആണ് ഡോട്ട് ഓപ്പറേറ്റർ. യെസ്. അതിൻ്റെ കൂടെ തന്നെ ഒരുമിച്ച് നമുക്ക് വാല്യൂസ് കൊടുക്കണമെങ്കിൽ സ്ട്രക്ചറിൻ്റെ ഉള്ളിലേക്ക് എല്ലാ വാല്യൂസും പ്ലേസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്ന പാരാമീറ്ററാണ് ഇനീഷ്യലൈസേഷൻ. ഞാൻ ചുമ്മാ ഒരു എക്സാമ്പിൾ എഴുതാം. സ്ട്രക്ചർ സ്റ്റുഡൻറ്റിൻ്റെ എക്സാമ്പിൾ എഴുതാം. സ്ട്രക്ചർ സ്റ്റുഡൻറ്റിൽ റോൾ നമ്പർ ഉണ്ട്, അതുപോലെ നെയിമും പ്ലേസ് ചെയ്തിട്ടുണ്ട്. കെയർ നെയിം ഓഫ് 20 ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, S1. അപ്പോൾ സ്പോട്ടിൽ കമ്പ്യൂട്ടറിൽ നിന്നും ഇങ്ങനെ ഒരു S1 എന്നുള്ള മെമ്മറി പോവും. ആ S1-ൽ ആദ്യത്തെ പാർട്ടാണ് റോൾ നമ്പർ, രണ്ടാമത്തെ പാർട്ടാണ് നെയിം. എനിക്കിവിടെ വാല്യൂസ് പ്ലേസ് ചെയ്യണമെങ്കിൽ S1 ഡോട്ട് റോൾ നമ്പർ ഈക്വൽ ടു 3. അന്നേരം ഇവിടെ 3 എന്നുള്ള പ്ലേസ് ആവും. S1 ഡോട്ട് നെയിം ഈസ് ഈക്വൽ ടു, ഞാൻ എൻ്റെ പേര് എഴുതാം, JZ എന്ന് എഴുതി, ജസീം എന്നുള്ളതിൻ്റെ ഷോർട്ട് JZ. ഇങ്ങനെ രണ്ടെണ്ണം എഴുതുന്നതിന്, സെപ്പറേറ്റ് ആയി എഴുതുന്നതിനെ പറയുന്ന പേരാണ് ഡോട്ട് ഓപ്പറേറ്റർ. ഇത് രണ്ടു കൂടി കമ്പൈൻ ചെയ്ത് വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? S1 ഈസ് ഈക്വൽ ടു S3, ഡബിൾ കോട്ടിൽ JZ എന്ന് എഴുതാം. ഇതിനെ പറയുന്ന പേരാണ് ഇനീഷ്യലൈസേഷൻ. സെപ്പറേറ്റ് കൊടുത്താൽ ഡോട്ട് ഓപ്പറേറ്റർ, അതല്ല ജോയിൻ്റ് ആയിട്ട് അടിക്കണമെങ്കിൽ S1 ഈക്വൽ ടു ആ വാല്യൂസ് പ്ലേസ് ചെയ്താൽ മതി. ഈ ചാപ്റ്ററിൻ്റെ അവസാനത്തെ ടോപ്പിക് നെസ്റ്റഡ് സ്ട്രക്ചറാണ്. ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ അതേ സ്ട്രക്ചർ തന്നെ, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ മറ്റൊരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ a structure is placed inside another structure. ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ മറ്റൊരു സ്ട്രക്ചർ വന്നാൽ that concept is called nested structure. ഒരു എക്സാമ്പിൾ എഴുതാം. വളരെ ഭംഗിയായിട്ട് ഇതിൻ്റെ ഒരു മെമ്മറി മാപ്പ് കൂടി വരക്കാൻ പറ്റുമെങ്കിൽ അടിപൊളിയായി. യെസ്, ദാറ്റ്സ് ഓൾ അബൌട്ട്. അപ്പോൾ ഒരൊറ്റ കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കണ്ടായി. കോമൺ ആയിട്ട് വരുന്ന ഒരു എററാണ് സ്ട്രക്ചർ എന്നുള്ള സാധനം ക്രിയേറ്റ് ചെയ്തിട്ട് സ്ട്രക്ചർ AB ഇതിൻ്റെ ഉള്ളിൽ ഒരു വേരിയബിളിൽ ഈക്വൽ ടു കൊടുക്കും. ഈക്വൽ ടു എന്നുള്ള കോൺസെപ്റ്റ് സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ വരാൻ പാടില്ല. കാണ്ട് ഇനീഷ്യലൈസ് ദ വാല്യൂസ് ഇൻസൈഡ് ദ സ്ട്രക്ചർ. സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ വാല്യൂസ് വരാനേ പാടില്ല.
ഒരു പോയിന്റ് കൂടിയും എക്സ്ട്രാ പോയിന്റ് അറേ വേഴ്സസ് സ്ട്രക്ചർ. അറേ വേഴ്സസ് സ്ട്രക്ചർ പഠിക്കാൻ വളരെ സിമ്പിളാണ്. ഇത് നിങ്ങൾക്ക് സ്ട്രക്ചർ എന്താണെന്ന് അറിയാം. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സെയിം ടൈപ്പ് ആണ്, ഹോമോജീനിയസ് ആണ്, അല്ലെങ്കിൽ ഡിറൈവ്ഡ് ആണ്. അറേ ആക്സസ് ചെയ്യുന്നത് ഇൻഡെക്സ് വേരിയബിൾ ഉപയോഗിച്ചിട്ടാണ്. ഇത് ആക്സസ് ചെയ്യുന്നത് ഡോട്ട് ഓപ്പറേറ്റർ ആണ്. അറേൻ്റെ ഉള്ളിൽ മറ്റൊരു അറേ വന്നാൽ അതിനെ പറയുന്ന പേരാണ് മൾട്ടി ഡയമെൻഷണൽ അറേ എന്ന് പറയും. സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ മറ്റൊരു സ്ട്രക്ചർ വന്നാൽ ദാറ്റ് ഈസ് കോൾഡ് നെസ്റ്റഡ് സ്ട്രക്ചർ. മക്കളെ 1 2 3 4 5 സെറ്റ് അല്ലേ? ചാപ്റ്റർ ഈസ് സ്ട്രക്ചർ പാർട്ട് ഈസ് over.